ആളുകളും ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അവിടെ നടന്നിരുന്നു. അപ്പൊ നമ്മുടെ ഭാരതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയായിരുന്നു. ഒരു കാലഘട്ടം കൊണ്ടാണ് അനാചാരത്തെ മാറ്റുവാൻ വേണ്ടി ഒരു പുതിയൊരു അവതാരം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു ഒരു അവതാര പുരുഷന്മാർ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു. അത് എല്ലാ കാലഘട്ടങ്ങളിലും നടന്നുവരികയാണ്. അതുപോലെ തന്നെയാണ് മഹാത്മാ അയ്യങ്കാളി കൊടുത്തുവെച്ച ഒരു ആശയം. അദ്ദേഹം ഇതുപോലെ തന്നെ വില്ലുവണ്ടി യാത്ര നടത്തിയ നമുക്കറിയാം. ലോക ചരിത്രത്തിൽ ചിലപ്പോൾ നോക്കിയതറിയാം, ആദ്യമായി കർഷകർ സംഘടിപ്പിച്ച ഒരു സമരം നടത്തിയ വ്യക്തി ഒരു രാഷ്ട്രീയ സംഘടനകളോ ഒരു പ്രസ്ഥാനവും ഇല്ലായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു. അത് മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്നൊരു സമരമായിരുന്നു. ഒരുപക്ഷെ നമുക്ക് പലർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യമായിരിക്കും. അപ്പൊ അത്തരത്തില് ഒരു രാഷ്ട്രീയ സംഘടന ഒരു ഇതിന്റെയും പിൻബലമില്ലാണ്ട് അദ്ദേഹത്തിന് അത് നടത്തുവാൻ കഴിഞ്ഞു. കേവലം 30 വയസ്സുള്ളപ്പോൾ അന്നത്തെ ആ അധികാരത്തെയും സാമൂഹ്യ വ്യവസ്ഥയും വെല്ലുവിളിച്ചുകൊണ്ട് 1893 അദ്ദേഹത്തിന് വില്ലുവണ്ടി യാത്ര അദ്ദേഹം നടത്തിയിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള ഭീഷണശാലിയും ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രചോദനം ഈ ഭാഗത്തിന്റെ തനതായിട്ടുള്ള ഒരു പ്രചോദനം തന്നെ നമുക്ക് കാണുവാൻ കഴിയും. എവിടെ അക്രമവും അനാചാരവും അനീതിയും ഉണ്ടാവുന്നുവോ അവിടെയെല്ലാം ഞാൻ അവതാരമായി ഞാൻ ജന്മം കൊള്ളും, ആ സമുദായത്തിനെ അല്ലെങ്കിൽ ആ സമാജത്തിനെ അല്ലെങ്കിൽ ആ സമൂഹത്തെ ഞാൻ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള ഗീതയിൽ പറയുന്ന ഭഗവാന്റെ ആ ഒരു ആദർശം അല്ലെങ്കിൽ ആ ഒരു വാക്യം ഉണ്ടാവില്ല. അത് സത്യമാണ്. ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാൻ പോകുന്നത് ഓണക്കാലമാണ്. ഓണത്തിന്റെ കഥകളെല്ലാം നമുക്കറിയാം. ഞാൻ കുട്ടിക്കാലത്ത് കേട്ടുകൊടുന്നൊരു കഥയുണ്ടായിരുന്നു. മഹാബലി വളരെ നല്ലവനായിരുന്നു, വളരെ ആദർശധീരനായിരുന്നു, ദാനശീലനായിരുന്നു. സമാജത്തിലെല്ലാം സന്തോഷവും സമാധാനവും എല്ലാം വിളയാടിക്കൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ആ ചക്രവർത്തി അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ നമ്മളെല്ലാം ആരാധിക്കുന്ന മഹാവിഷ്ണു വന്നിട്ട് ഒരു ദിവസം അദ്ദേഹത്തെ പാദവട്ടിക്ക് ചവിട്ടിത്തായിരുന്നു. എന്റെ മനസ്സിൽ നിന്ന് കൊണ്ടൊരു കാര്യമുണ്ട്. ഇത്രയും നല്ലവനായ ഒരു രാജാവിനെ അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഭരണാധികാരിയെ ഭഗവാൻ നേരെ വന്ന് ഭൂമിയിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നു. എത്ര ക്രൂരമായ ഒരു പ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത്. നമ്മുടെ എല്ലാ മനസ്സിലും അത് തന്നെ കിടക്കുന്നു. ഏത് പ്രസംഗവേദിയിൽ ഏത് സമയത്തും എവിടെ പോയാലും നമ്മൾ കേൾക്കാൻ കഴിയുന്നതും TV വെച്ചാലും നമുക്കറിയാം പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിന്റെ സത്യം എന്താണെന്ന് ഞാൻ പിന്നീട് അന്വേഷിക്കേണ്ടേ പല ആളുകളായിട്ട് സമ്പർക്കങ്ങളൊക്കെ അവരോട് സംസാരിച്ച് ആ സമയത്ത് കിട്ടിയ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരിക്കലും നമ്മളൊരു പുരാണങ്ങളിലോ ഒരു ഇതിഹാസങ്ങളിലോ അത് പറയുന്നില്ല മഹാബലി വാമനെ ചവിട്ടിത്താഴ്ത്തിയ ഒരു കഥ. മഹാബലിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം. മഹാബലി എന്ന് പറയുന്ന വ്യക്തി ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു. ഒരു ഭക്തനെ ഒരു ഭഗവാൻ ദ്രോഹിക്കുന്നു? ഒരിക്കലുമില്ല. അപ്പോൾ നമ്മൾ അതിൽ യാഥാർത്ഥ്യം എന്താണ്, എവിടെ വെച്ചാണ് അവിടെ അസത്യങ്ങൾ കടന്നുകൂടിയത്, എവിടെ വെച്ചാണ് കലർപ്പുകൾ കടന്നുകൂടിയതെന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. പഴകി പറഞ്ഞ